ഹായ് കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലിസ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കാഴ്ച നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ണപ്പുറമാണ്. വണ്ണപ്പുറം കഴിഞ്ഞാൽ നേരെ കടവൂരാണ് ഞാൻ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കടവൂരിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറി കഴിയുമ്പോൾ നമ്മൾ കാളിയാർ പുഴയിലേക്കാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയ ചെക്ക് ഡാമും അതുപോലെ ചെറിയ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്ന ഒരു മനോഹരമായൊരു പാലമുണ്ട്. അപ്പോൾ ആ കാഴ്ച ഒന്ന് കണ്ടാലോ. നമ്മൾ കടവൂരിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തിങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ കടവൂർ പരുതാമ്പുഴ റോഡ് അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ പോകുന്നത് നേരെ കുളപ്പുറത്തിന് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങോട്ട് ഏകദേശം ഒരു 1 കിലോമീറ്ററില്ല, ഏകദേശം ഒരു 500 മീറ്റർ നിങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു കിഡിലൻ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കുഞ്ഞു കാഴ്ചയാണ്. അപ്പം നമുക്കങ്ങോട്ട് വിട്ടാലോ. നമ്മൾ കടന്നു പോകുന്ന വഴിക്ക് ധാരാളം വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീടുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ സ്ട്രൈറ്റ് പിടിച്ചു പോവാണ് കേട്ടോ. ഈ പോകുന്ന സൈഡിലുള്ള റബ്ബർ തോട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അടിപൊളിയല്ലേ. അപ്പോൾ ഈ വഴി ഇങ്ങനെ ചെന്ന് ചാടുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ കാളിയാർ പുഴയിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് പുഴയിലേക്കുള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് ആ സ്പോട്ട്. അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇത് ഒരു കൈത്തോടാണ്. ശരിക്കും ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ പോകണതാണ്. നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ ഇതിൻ്റെ സൈഡിലൊക്കെ ധാരാളം ആളുകൾ ചൂണ്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാലത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു സ്പോട്ട് കണ്ടോ, നോക്കിയേ. അതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഭംഗി ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷം മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യമുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ദൃശ്യമാണ്. നമുക്കെന്താണ് ഇനി പാലം കടന്ന് കുറച്ചും കൂടെ അങ്ങനെ നടക്കാം. ഇവിടെയൊക്കെ കൃഷിയിടങ്ങളാണ് ഫുള്ള് നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്നാൽ ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടെ തെങ്ങും തൈയൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് നല്ല അടിപൊളി ഒരു ആംബിയൻസ് അല്ലേ, അടിപൊളിയല്ലേ. അപ്പം ഈ ഒഴുകി പോകുന്ന പുഴ എന്ന് പറയുന്നത് നമ്മുടെ കാളിയാർ പുഴയാണ് കേട്ടോ. കാളിയാർ പുഴ എന്ന് പറയുന്നത് നമ്മുടെ തൊമ്മൻകുത്ത് വഴി ഒഴുകി വരുന്ന ആ ഒരു പുഴയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നോക്കി ആ പാലത്തിൻ്റെ കാഴ്ച കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്ക് ഡാം. ഒരു ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡാമാണ് കേട്ടോ. വേനൽക്കാലത്ത് വെള്ളമൊക്കെ പിടിച്ചു നിർത്താനും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു ചെറിയ ഡാമാണ്. അപ്പോൾ എന്നാണെങ്കിലും ഞാൻ ആ പാലത്തേക്ക് ഒന്ന് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാലം ഉണ്ടായതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാറക്കാട് വഴി തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയില്ലേ, ആ വഴിയും നമ്മുടെ കടവൂര് കുളപ്പുറം ഷോർട്ട് കട്ട് വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാലമാണ്. ചെറിയ ചെറിയ വാഹനങ്ങളും കാറ് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളൊക്കെ പോകും. പക്ഷേ മഴക്കാലത്ത് ഇതിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര വൈബാണ്. പേടിയാവും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മഴക്കാലത്ത്. കാരണം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെള്ളം ഏതാണ്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഒഴുകുന്ന ഒരു പാലമാണ് കേട്ടോ. ഇതുകൊണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഈ മഴവെള്ളം വന്നിട്ട് ഒഴുക്കി കയറ്റി വെച്ചിരിക്കുന്ന ഒരു തടിക്കഷ്ണം ഞാൻ കാണിച്ചു തരാവേ. ഇത് ഏതോ ഒരു കാട്ടിൽ നിന്ന് വെള്ളം ഒഴുകി വന്നപ്പോൾ വന്നതാണ്. പക്ഷേ ഈ പാലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറയുമോ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇതുണ്ടോ, നോക്കി ആ തടിക്കഷ്ണത്തിൻ്റെ കാഴ്ച ഉണ്ടോ. നമ്മൾ ഈ കാണുന്ന പാലത്തിന്റെ പേര് എന്ന് പറയുന്നത് പരുതാപ്പുഴ പാലം എന്നാണ്. ഇവിടെ ട്രാക്ടർ, കാറുകൾ, അതുപോലെ ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാത്രമാണ് ഈ ചെറിയ പാലത്തിലൂടെ കടന്നു പോകുള്ളൂ കേട്ടോ. മഴക്കാലങ്ങളിൽ ഇത് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാലമാണ്. ഇവിടെ എല്ലാം കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പാലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാളിയാർ നദിക്ക് കുറുകെയാണ്. നമ്മൾ ഈ കാണുന്ന കാളിയാർ നദി ശരിക്കും ഇടുക്കി ജില്ലയിലെ വെൺമണി, തെക്കന്തോണി, മൈലപ്പുഴ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് തൊമ്മൻകുത്ത് കൂടി നേരെ കാളിയാർ എത്തി. അവിടെ നിന്ന് തെനത്തൂര്, കടവൂര്, അങ്ങനെ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ചാരിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കോതമംഗലത്ത് നിന്ന് വരുന്ന കോതയാറുമായിട്ട് സംഗമിച്ചുകൊണ്ട് മൂവാറ്റുപുഴയാറായിട്ട് ഒരുമിച്ച് ഒഴുകുന്നതാണ് ഈ നദിയുടെ ഒരു ചരിത്രം കേട്ടോ. ഈ നദിയുടെ ഇരുകരകളിലും ധാരാളം കൃഷിയിടങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ധാരാളം ചെറിയ ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ കാളിയാർ നദിയുടെ തീരത്തുള്ളത്.
ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കുന്ന തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് കേന്ദ്രം ഈ പുഴയിലാണ് കേട്ടോ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും അതിന്റെ തൊട്ടു മേളിലുള്ള ഏഴുമല വെള്ളച്ചാട്ടവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഏറെ പ്രശസ്തമായിരിക്കുന്ന വെള്ളച്ചാട്ടം തന്നെയാണ്. അവിടെ നമുക്ക് ട്രെക്കിംഗ് പോയിന്റ് ഉണ്ട്. ഫോറസ്റ്റിന്റെ അധീനയിലാണ് തൊമ്മൻകുത്ത് മേഖല ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം തൊമ്മൻകുത്ത് കഴിഞ്ഞ് തൊമ്മൻകുത്ത് പാലത്തെക്കുറിച്ച് നിങ്ങൾ മഴക്കാലത്ത് കേട്ടിട്ടുണ്ടാവും അല്ലെ? തൊമ്മൻകുത്ത് പാലം വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഈ നദി ഒഴുകി വന്നാണ് ആ പാലം മൂടിക്കളയുന്നത്. ഈ നദി മഴക്കാലത്ത് രൗദ്രഭാവമുള്ള ഒരു നദിയാണ് കേട്ടോ. ഇതിന്റെ ഇരു കരകളിലും താമസിക്കുന്ന വീടുകളിലൊക്കെ വെള്ളം കയറുക അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും ഇതിന്റെ ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഈ കുഞ്ഞു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളുമായിട്ട് നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ ചാനലിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.